ജാതി സെൻസസ് മാത്രം പോരാ, തുടർനടപടികളും വേണം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സെൻസസ് റിപ്പോർട്ട് പ്രകാരം അധികാര, ഉന്നത ഉദ്യോഗതലങ്ങളില് ഒബിസിക്കാർക്കും പിന്നാക്ക ജാതിക്കാർക്കും ജനസംഖ്യാ പ്രാതിനിധ്യമനുസരിച്ചുള്ള പങ്കാളിത്തം ഉറപ്പാക്കാന് സംവരണ ശതമാനം ഉയർത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. പുതിയ സെൻസസിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ്. ഓരോ വീട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങള്, ആസ്തി തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങളാണ് ആദ്യഘട്ടത്തില് ശേഖരിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2ാം ഘട്ടത്തിലാണ്. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണവും വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിവരങ്ങളും ശേഖരിക്കുന്ന ഈ ഘട്ടത്തില് ജാതി സംബന്ധിച്ച കണക്കെടുപ്പും നടത്തുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന അത്യുത്തര മേഖലകളൊഴിച്ചുള്ള പ്രദേശങ്ങളില് 2027 മാർച്ച് 1 സെൻസസ് ആരംഭിക്കുകയുള്ളൂ. 2021 നടക്കേണ്ടിയിരുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ ഈ സെൻസസ് കോവിഡ് മൂലമാണ് 6 വർഷം താമസിച്ചത്. അതേസമയം രാജ്യത്ത് ജാതി സെൻസസ് നടക്കുന്നത് 93 വർഷത്തിനു ശേഷമാണ്. 1931 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇതിനുമുമ്പ് ജാതി സെൻസസ് നടത്തി ഫലം പുറത്തുവിട്ടത്. ഇന്ത്യയില് 4000-ല് പരം ജാതികളും ഉപജാതികളുമുണ്ടെന്ന് അന്നത്തെ കണക്കെടുപ്പില് കണ്ടെത്തി. 1941 സെൻസസില് ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ അടിസ്ഥാനത്തില് അത് വെളിപ്പെടുത്തേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ശേഷം 10 വർഷത്തില് ഒരിക്കല് നടക്കുന്ന സെൻസസുകളിലെല്ലാം പട്ടികജാതി പട്ടികവർഗങ്ങളുടേത് മാത്രമേ ശേഖരിക്കാറുള്ളൂ. ജാതി സെൻസസിനോട് കടുത്ത എതിർപ്പായിരുന്നു നേരത്തെ ബിജെപിക്കും മോദി സർക്കാരിനും. സമൂഹത്തെ വിഭജിക്കാനുള്ള ശ്രമമെന്നാണ് ജാതി സെൻസസ് നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യത്തോട് സർക്കാർ പ്രതികരിച്ചിരുന്നത്. സെൻസസില് പട്ടിക ജാതി പട്ടിക വർഗ വിഭാഗങ്ങൾ ഒഴിച്ചുള്ളവരുടെ കണക്കെടുപ്പ് വേണ്ടെന്നാണ് സർക്കാരിന്റെ നയപരമായ തീരുമാനമെന്നാണ് 2021 ജൂലൈ 20 പാർലമെന്റില് ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞത്. സെൻസസില് രാജ്യത്തെ പിന്നാക്ക വിഭാഗ പൗരന്മാരെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാന് സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ റിട്ട് ഹർജിക്കുള്ള മറുപടിയായി 2023 സെപ്റ്റംബറില് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇതേ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അധികാര കേന്ദ്രങ്ങളും ഉദ്യോഗസ്ഥ മേഖലയും രാജ്യത്തെ ബ്രാഹ്മണ, ക്ഷത്രിയ തുടങ്ങി ജാതി മേലാളന്മാരുടെ കൈകളിലാണ്. പിന്നാക്ക ജാതിക്കാരും സമുദായക്കാരും ഇത്തരം മേഖലകളിൽ പാടെ തഴയപ്പെട്ടിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമില്ല അവർക്കൊന്നും ഭരണ ഉദ്യോഗസ്ഥ മേഖലകളില്. ഈ വിവരം പുറത്തുവരുന്നതിലുള്ള ഭയമാണ് ജാതി സെൻസസിനോട് ബിജെപിയും സർക്കാരും പുറംതിരിഞ്ഞു നിന്നതിനു പിന്നില്. പിന്നാക്ക ജാതികൾക്കും സമുദായങ്ങൾക്കും സ്വാധീനമുള്ള ബീഹാറില് ഒക്ടോബർ, നവംബർ മാസങ്ങളില് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് പ്രതിപക്ഷം ജാതി സെൻസസ് പ്രശ്നം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം മാറ്റത്തിനു പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയാടിസ്ഥാനത്തില് നടന്നില്ലെങ്കിലും അടുത്തിടെയായി ബീഹാറിലും കർണാടകയിലും തെലങ്കാനയിലും സംസ്ഥാനതലത്തില് ജാതി സെൻസസ് നടന്നിരുന്നു. ബീഹാറില് ഒബിസി വിഭാഗങ്ങള് 63.5%, പട്ടിക ജാതിക്കാര് 19%, പട്ടിക വർഗക്കാര് 1.4%വുമെന്നാണ് കണക്കെടുപ്പില് കണ്ടെത്തിയത്. ഇവരെല്ലാം കൂടിച്ചേർന്നാല് ജനസംഖ്യയുടെ 84%. ഹൈന്ദവ സമുദായത്തിലെ മുന്നാക്ക ജാതിക്കാര് സംസ്ഥാനത്ത് 11% മാത്രമാണെന്ന് സെൻസസ് കണ്ടെത്തി. കർണാടകയില് 2015 സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് നടന്ന ജാതി കണക്കെടുപ്പില് സംസ്ഥാനത്തെ 70%വും 2023 തെലങ്കാനയില് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്ന സെൻസസില് സംസ്ഥാനത്തെ 56%വും പിന്നാക്ക വിഭാഗക്കാരാണെന്നാണ് വ്യക്തമായത്. ഭരണഘടന മുന്നോട്ടുവെക്കുന്ന പ്രധാന നിർദ്ദേശമാണ് സമത്വവും സാമൂഹിക നീതിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 78 വർഷം പിന്നിട്ടെങ്കിലും അസമത്വം മൂർധന്യ ദശയിലാണ്. അധികാരമേഖലയിലും സാമ്പത്തിക രംഗത്തും തൊഴില് മേഖലയിലും ഇത് പ്രകടം. ആകെയുള്ള ദേശീയ ആസ്തികളുടെ 41%വും 22.28% വരുന്ന ഉന്നത ജാതിക്കാരായ ഹൈന്ദവരുടെ കൈവശമാണ്. ഹിന്ദുക്കളിലെ ഒബിസി വിഭാഗക്കാരുടെ വശം 31%വും പട്ടികജാതിക്കാരുടെ വശം 3.7%വും മാത്രം. ജനസംഖ്യയുടെ 70%തോളം വരുന്ന ഒബിസി, ദളിത് വിഭാഗങ്ങൾക്ക് ഉന്നത ജോലികളിലും അധികാര പദവികളിലും പ്രാതിനിധ്യം 30% മാത്രമേയുള്ളൂ. ഗവർണർ, സെക്രട്ടറിമാരിൽ ഇത് 7%മേ വരൂ. പുതിയൊരു ജാതി സെൻസസ് നടത്തിയാല് സ്ഥിതി മുമ്പത്തേക്കാളുപരി മോശമാകുകയല്ലാതെ പിന്നാക്ക വിഭാഗങ്ങളുടെ സ്ഥിതി ഒരു മേഖലയിലും മെച്ചപ്പെട്ടില്ലെന്ന വസ്തുതയായിരിക്കും പുറത്തുവരിക. ഈയൊരു സാഹചര്യത്തില് ജാതി സെൻസസ് നടത്തിയതുകൊണ്ട് മാത്രമായില്ല. ആ റിപ്പോർട്ട് പ്രകാരം അധികാര, ഉന്നത ഉദ്യോഗ തലങ്ങളില് ഒബിസിക്കാർക്കും പിന്നാക്ക ജാതിക്കാർക്കും ജനസംഖ്യാ പ്രാതിനിധ്യമനുസരിച്ചുള്ള പങ്കാളിത്തം ഉറപ്പാക്കാന് സംവരണ ശതമാനം ഉയർത്തുന്നതുൾപ്പെടെയുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്.
കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ചില പ്രമുഖ പ്രാദേശിക കക്ഷികളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എങ്കിലേ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വവും സാമൂഹിക നീതിയും നടപ്പാകുകയുള്ളൂ. അതേസമയം 2027 പ്രഖ്യാപിച്ച സെൻസസിന്റെ രണ്ടാം ഘട്ടത്തില് ജാതി കണക്കെടുപ്പ് നടത്താനുള്ള തീരുമാനത്തില് നിന്ന് തന്നെ സർക്കാർ പിന്നോട്ടു പോകുമോ എന്ന സന്ദേഹവും ഉയരുന്നുണ്ട്. അപ്പോഴേക്കും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ബിഹാർ പോലുള്ള ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ നടന്നുകഴിഞ്ഞിരിക്കുമെന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാലും അത്ഭുതമില്ല.